സിനുജി, ഇന്നലെ മണിച്ചിത്രത്താഴ് സിനിമ വീണ്ടും റിലീസായി. കേരളത്തിലെ മിക്കവാറും എല്ലാ റിലീസിംഗ് കേന്ദ്രങ്ങളിലും നിറഞ്ഞ സദസ്സിൽ, അതായത് ഹൗസ്ഫുള്ളായി തന്നെയാണ് ചിത്രം മൂടിയത്. പുതിയ 4K എഫക്ട്സോടുകൂടി, അതിൻ്റേതായിട്ടുള്ള സൗണ്ട് എഫക്ട്സോടുകൂടി അത് കാണാൻ വേണ്ടി വീണ്ടും സാധിച്ചു എന്നുള്ളതാണ് പുതിയ തലമുറ പറയുന്നത്. പലപ്പോഴും പല ആളുകളും പറയുന്നത് അന്ന് തിയേറ്ററിൽ പോയി കണ്ടതിനേക്കാളും എത്രയോ എഫക്ട്സ് അതിന് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തെ നാഗവല്ലിയുടെ ആ ഒരു വേഷമാറ്റത്തെക്കുറിച്ചൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. മണിച്ചിത്രത്താഴ് കണ്ടിട്ടുള്ളതിൽ നിന്ന് ഇപ്പോഴത്തെ റിലീസിംഗ് കാലത്തിനെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് തോന്നുന്നത്? ഈ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന ഒരു തലമുറ നെഞ്ചേറ്റിയ ചിത്രം എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ പുതിയൊരു തലമുറയ്ക്ക് ഒരുപക്ഷെ തിയേറ്ററിൽ പോയി കണ്ട ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അതിന് മുമ്പുള്ള ഒരു തലമുറ, ആ തലമുറയ്ക്ക് മണിച്ചിത്രത്താഴ് എന്നൊക്കെ പറയുന്ന ഒരു വലിയ വികാരമായിരുന്നു. അവർ ഒരു ഷോ കാണുന്നു, 2 ഷോ കാണുന്നു, 3 ഷോ കാണുന്നു, തുടർച്ചയായി ഷോകൾ കാണുന്നു. ഇതിനകത്ത് എന്താണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്, ഇതിനകത്ത് എന്താണ് ആ സങ്കീർണത, അതൊന്നും അന്ന് മനസ്സിലാകില്ല. നമ്മളിപ്പോൾ ഇന്നൊക്കെ കാണുന്ന പോലെ സിനിമ റിവ്യൂ ഇത്രയും വിപുലമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ നാന, വെള്ളി നക്ഷത്രം അതുപോലെയൊക്കെയുള്ള സിനിമാ മാസികകളിലൂടെ മാത്രം ഇത്തരം റിവ്യൂകൾ കണ്ടിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഈ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമ. അന്ന് മധുമുട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തി അയാളുടെ ചിന്തകൾ ഇങ്ങനെ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുന്നു. അത് ഫാസ്റ്റിലൊരു സിനിമയായിട്ട് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കും. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, പലതും ചിന്തിക്കാൻ കഴിയാത്ത, ലോജിക്ക് കൊണ്ട് നമുക്ക് ആദ്യം മനസ്സിലാകാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് സിനിമയുടെ അവസാന സമയത്തേക്ക് വരുമ്പോൾ ഇതായിരുന്നല്ലോ നമ്മൾ അന്ന് കണ്ടത്. പിന്നെ അതിനകത്തെ ആ ഒരു ശബ്ദ മിശ്രണം, അതൊക്കെ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. എത്രയോ മനോഹരമായ പാട്ടുകൾ, ആ പാട്ടുകളൊക്കെ എഴുതിയ വ്യക്തി അയാൾ. പക്ഷേ ഈ മധുമുട്ടം എന്ന് പറയുന്ന ആൾ പിന്നീട് അതുപോലൊരു ക്ലാസിക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നല്ലൊരു സിനിമ ചെയ്തിട്ടില്ല. ഇന്നത്തെ സമൂഹത്തിന് വേണമെങ്കിൽ സിനിമ വിമർശകർക്ക് അല്ലെങ്കിൽ നിരൂപകർക്ക് അല്ലെങ്കിൽ റിവ്യൂവേഴ്സിനും വേണമെങ്കിൽ പറയാമെന്ന് 2-3 പോയിന്റ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇതിനകത്ത് മോഹൻലാലിൻ്റെ എൻട്രി ഉണ്ടല്ലോ, മോഹൻലാലിൻ്റെ എൻട്രീൻ്റെ സമയത്ത് ആ ബാഗ് എങ്ങനെയാണ് കത്തുന്നത്, അത് ആരും ഒന്ന് കത്തിച്ചു വേണമെങ്കിൽ അങ്ങനെ ചോദ്യം. ഈ രണ്ടാമതൊന്ന് സുരേഷ് ഗോപിയും ശോഭനയും കിടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ അടുക്കളയിലെ സ്ത്രീകൾ അല്ലെങ്കിൽ പണിക്കാർ ബഹളമുണ്ടാക്കി വരുന്നു, ഇവർ അടുക്കളയിലേക്ക് വരുന്നു. ഈ ഘട്ടത്തിൽ സുരേഷ് ഗോപിയും ശോഭനയും നിൽക്കുന്നതിൻ്റെ തൊട്ട് പുറകിലുള്ള ഒരു കണ്ണാടി ആരും എറിഞ്ഞു ഉടയ്ക്കുന്നു. ഇതൊക്കെ ആരാണ് ചെയ്തത്? ആ സമയത്ത് നേരെ ഓപ്പോസിറ്റുള്ള ജനൽ തുറന്നു കിടക്കുന്ന കാണുന്നു, അവിടുത്തെ ബിൽഡിങ്ങിനകത്ത് ആരോ കാണുന്നു, അവിടെ നിന്ന് ആകാമെന്ന് സുരേഷ് ഗോപി നിരീക്ഷിക്കുന്നു, എന്ന് തുടർന്ന് പോകുന്നു. നിങ്ങൾക്കൊന്നും ഒരു പണിയില്ലേ, പോയി കിടന്നുറങ്ങുമെന്ന് പറയുന്നു. ഇതെല്ലാം സംഭവങ്ങൾ. ഇത് ആര് ചെയ്തു? ഈ ശോഭനയാണ് ഇതെല്ലാം തന്നെ ചെയ്തതെങ്കിൽ ഈ ശോഭന തൊട്ടടുത്ത് നിൽക്കുകയല്ലേ, ഇത് ആര് ചെയ്തു? കഥയിൽ ലോജിക്കില്ല പറയാം. അതെ അതെ, ഇന്നത്തെ കാലഘട്ടത്തിൽ വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷേ അന്നത്തെ സമൂഹം അത് അംഗീകരിച്ചു. അത് ലോജിക്കില്ലാത്തതാണ്, ഇത് സിനിമയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞ് അംഗീകരിച്ചു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിന് ഇന്നത്തെ തലമുറയ്ക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ചെറിയ കുട്ടികൾ പോലും സിനിമയെ അന്ധമായി സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരതിൻ്റെ ചെറിയ പോയിന്റുകൾ പോലെ ഇഴകീറി പരിശോധിച്ച് അതിങ്ങനെ വിശകലനം ചെയ്ത് സിനിമയെ നെഞ്ചേറ്റുന്ന ആൾക്കാരാണ്. നമ്മുടെ കാലഘട്ടത്തിലൊന്നും അത്രയും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. സിനിമ എന്ന് പറയുന്നത് ഏതോ ഒരു വരേണ്യവർഗത്തിൻ്റെ സൃഷ്ടികളായിരുന്നു. നമ്മൾ ദൂരെ നിന്ന് സിനിമയെ നോക്കി കാണുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ പുതിയ സിനിമകൾ എന്ന് പറയുന്ന രീതിയിൽ പഴയ സിനിമകൾ വീണ്ടും റിലീസിനാണ്. ഇപ്പോൾ നമുക്കറിയാം, ഈ മോഹൻലാലിൻ്റെ തന്നെ ഈ മുണ്ടൊക്കെ ഊരി അടിക്കുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, സ്ഫടികമാണെന്ന് തോന്നി ഇതിനൊരു തുടക്കം കുറിച്ചത്. സ്ഫടികം തിയേറ്ററിലേക്ക് വന്നപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു. ആ മോഹൻലാൽ ബുള്ളറ്റിൽ വരുന്നു, ആ ബുള്ളറ്റിൻ്റെ ഒരു ശബ്ദം, പിന്നെ അദ്ദേഹം ലോറിയിൽ വരുന്ന ആ ലോറിയുടെ സീക്വൻസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് പുതിയത്. അതെ അതെ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വലിയ സംഭവമാണ്. അതുപോലെ തന്നെയാണ് ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ. നമുക്കറിയാം, ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയൊക്കെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല, എന്തൊക്കെയോ മനസ്സിലാകാത്ത കുറേ കാര്യങ്ങൾ. പക്ഷേ ദേവദൂതൻ ഭയങ്കര റെക്കോർഡ് കളക്ഷനാണ്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ കണക്കുന്നത് 17 ദിവസത്തെ കണക്ക് വന്നപ്പം 5.2 കോടി രൂപയാണ് കളക്ഷൻ. അതായത് ഒരു റിലീസിങ് ചിത്രം. അവർക്ക് പ്രത്യേകിച്ച് ഈ സൗണ്ട് എഫക്ട്സിൻ്റെയും ഈ 4Kയിലേക്ക് മാറ്റിയതിൻ്റെയും ചിലവ് മാത്രമേ ഉള്ളൂ. ഇത്രയും വളരെ ചുരുക്കിയ ചിലവ്. എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ ഒരു 10-50 ലക്ഷത്തിൻ്റെ 1 കോടി രൂപ താഴെയുള്ള ചിലവുകൾ ഉണ്ടായിട്ടുണ്ടോ ഇതിൻ്റെ ഭാഗത്ത്. അത് 5 ഇരട്ടി കിട്ടുവാണ് റിലീസിങ് തന്നെ. അതെ അതെ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, അന്ന് ഈ റിലീസ് ചെയ്ത തിയേറ്ററുകളിൽ നിന്ന് കിട്ടാത്ത പൈസ പിന്നീട് ഇത് ചാനലുകളിലൂടെ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അല്ലെ ടി വിയിലൂടെ വന്നു കഴിഞ്ഞപ്പം വലിയ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു, വലിയൊരു ഓഡിയൻസ് അവിടേക്ക് എത്തുന്നു. അവർ ഈ ദേവദൂതൻ എന്ന് പറയുന്ന ചിത്രം കാണുന്നു, ദേവദൂതൻ്റെ അതിൻ്റെ ഈ ആന്തരിക സംഘർഷങ്ങൾ മനസ്സിലാക്കുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അങ്ങനെ വലിയൊരു സ്വീകാര്യത ലഭിച്ചു. അതുകൊണ്ടാണ് അവർ ഈ സിനിമ റിലീസിങ് എന്ന രീതിയിൽ പുറത്തേക്ക് ഇറക്കിയത്. അപ്പോൾ അതിനകത്തൊരു ശബ്ദ മിശ്രണത്തിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. തീർച്ചയായും ഈ ദേവദൂതനിലാണ് എനിക്ക് ഒരു ഡോൾബി സൗണ്ടിലേക്കൊക്കെ ആദ്യമായിട്ട് തിയേറ്ററിൽ വന്നത്. അതിനകത്തെ ആ ഒരു പ്രത്യേക ഉപകരണം, മണിയൊക്കെ ഉള്ള ഒരു എന്താ പറയുക, ആ ഒരു ഉപകരണം, ആ ഉപകരണത്തിനകത്ത് ആ മണിയിലൊക്കെ തിയേറ്ററിൽ ഭയങ്കര സറൗണ്ട്സിൽ കേട്ടതായിട്ടൊക്കെ അന്ന് ഓർമ്മയുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കൈതപ്രത്തിൻ്റെയും ഒപ്പം തന്നെ വിദ്യാരാം മാസ്റ്ററിൻ്റെയും ആയിട്ടുള്ള അവരുടെ
ഈ സംഗീതത്തെക്കുറിച്ചാണ്, വിദ്യാസാഗറിൻ്റെ ആയിട്ടുള്ള സംഗീതത്തെക്കുറിച്ചാണ്. ആ സംഗീതം ആ സിനിമയിൽ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇനിയൊരു റിലീസിങ് കാലം തന്നെ വരാൻ പോവുകയാണ്, തൊട്ടടുത്ത് വരാൻ പോകുന്നതെന്ന് പറയുന്നു. ഈ വടക്കൻ വീരകഥ, മമ്മൂട്ടിയുടെ വടക്കൻ വീരകഥ റിലീസ് ചെയ്യാൻ പോകുന്നു. ആ പടമൊക്കെ റിലീസ് ചെയ്താൽ എന്തൊരു സംഭവമായിരിക്കും. അതെ 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 കാരണം നമ്മൾ പണ്ട് കാലത്ത് കാണുന്നതിനേക്കാൾ കൂടുതൽ ശബ്ദത്തിനൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകിയ, ദൃശ്യഭംഗിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയ. വാളിന്റെ ശബ്ദമൊക്കെ നമുക്ക് സൗണ്ട് എഫക്ട്സോട് കൂടി കേൾക്കാൻ പറ്റില്ല. വാളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡോൾബി സൗണ്ട് ആയിരിക്കും. അതെ അതെ, അത് കൂട്ടിമുട്ടുന്ന ശബ്ദം. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇപ്പം ഈ അടുത്ത സമയത്ത് ഇറങ്ങിയ കാന്താര പോലെയുള്ള ചിത്രങ്ങൾ, അതുപോലെ തന്നെ ബാഹുബലി പോലെയുള്ള ചിത്രങ്ങൾ, അതിന് എത്ര വലിയ സ്വീകാര്യത കിട്ടി. അപ്പം മലയാളത്തിന്റെ ക്ലാസിക് എന്ന നിലയിൽ വടക്കൻ വീരഗാഥയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. കാരണം പണ്ട് മുതലേ വായിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊരു ആംഗിളിലൂടെയാണ് ഈ വടക്കൻ വീരഗാഥയുടെ കഥ തന്നെ തിരിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആംഗിൾ കണ്ടെത്തുന്നു, പുതിയ തലമുറയ്ക്ക് അതൊരു അത്ഭുതമാകുന്നു. അങ്ങനെ വ്യത്യസ്തമായ സാധനങ്ങളിലൂടെ, വ്യത്യസ്തമായ മേഖലകളിലൂടെ മലയാള സിനിമ ഇങ്ങനെ വിരാജിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം അർജുൻ പറഞ്ഞ പോലെ കുറേ സിനിമകൾ ഇങ്ങനെ വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ. ഇനിയിപ്പോൾ ആകാശഗംഗ വരാൻ പോവാണ്. ആ സിനിമയൊന്ന് ആലോചിച്ചു. ഞാൻ ചെറുപ്പത്തിൽ തിയേറ്ററിൽ പോയി കണ്ടവിടമാണ്, കുഞ്ഞുകാലത്ത് തിയേറ്ററിൽ പോയതിൻ്റെ അതിൻ്റെ അകത്ത് പല സീനുകളും, അതായത് അതിനകത്ത് മയൂരിയാണെന്ന ക്യാരക്ടർ, മയൂരി ഈ പൂച്ചയായി മാറുന്ന ഒരു ക്യാരക്ടറുണ്ട്, പാമ്പിനെ പോലെ പൂച്ചയായിട്ടൊക്കെ മാറും. ഏറ്റവും അതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ കണ്ണിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വിരൽ വെച്ചിട്ടാണ് നോക്കി കണ്ടത് ആ സമയത്ത്. അതുപോലെ അതിൻ്റെ അകത്ത് ഈ പാമ്പ് വന്നിട്ട് ഇവരെ ചുറ്റി വളഞ്ഞ് വലിക്കുന്നത്, അതോടൊപ്പം തന്നെ ഈ മരത്തിൻ്റെ വള്ളികൾ വന്ന് ചുറ്റി വളയുക, അങ്ങനത്തെ കുറേ സീനുകളൊക്കെ ഉണ്ട്. മാത്രമല്ല ഇതിനകത്ത് ആദ്യഘട്ടത്തിൽ ഈ മയൂരിനെ ആണെന്ന് തോന്നും അവരെ ഈ അഗ്നിയിൽ ചിതയൊരുക്കി കയറ്റും. അതൊക്കെ കണ്ടിട്ട് ഞാൻ തിയേറ്ററിൽ നിന്ന് ശരിക്കും പറഞ്ഞ് ചെവി പൊത്തിപ്പിടിച്ച് കണ്ണിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞ് ഗ്യാപ്പിട്ടിട്ട് നോക്കും, എന്താ സംഭവിക്കുന്നത് അറിയണോ, പെട്ടെന്ന് കണ്ണടയ്ക്കാൻ പറ്റില്ലേ. അപ്പം അങ്ങനെ നോക്കിയത് പടമാണ്. എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞത്, നിന്നെ കൊണ്ട് ആ പടത്തിന് പോയിട്ട് ഞങ്ങൾക്ക് കാണാനും പറ്റിയിട്ടില്ല, നീ ആരെ കാണിച്ചിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനത്തെയുള്ള ഒരുപാട് നല്ല ചിത്രങ്ങൾ, ആ ചിത്രങ്ങളൊക്കെ റിലീസിങ് ഒരുപക്ഷെ മലയാളത്തിൽ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളെക്കാൾ കൂടുതൽ വ്യൂവേഴ്സ്, നല്ല പ്രേക്ഷകരൊക്കെ ഉണ്ടാകുന്ന അത്തരം സിനിമകൾക്കായിരിക്കും. ഇപ്പം ഈ തിയേറ്ററുകളുടെയൊക്കെ ഒരു മനോഹരമായ ഒരു ശബ്ദവും അതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ ആസ്വദിക്കാനുള്ള ഒരു കഴിവ് കൂടുതലാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുങ്ങിയ തിയേറ്ററുകളിലേക്ക് ഇത്തരത്തിലുള്ള കലാപരമായ മികവുള്ള ചിത്രങ്ങൾ വരിക, അതിലേക്ക് പുതിയ തലമുറ എത്തുക. അപ്പം പുതിയ തലമുറ മാത്രമല്ല, ഈ പഴയ തലമുറയും ഈ ശബ്ദമൊക്കെ ഒന്നുകൂടി ഒന്ന് ആസ്വദിക്കണം, അല്ലെങ്കിൽ ആ ദൃശ്യത്തിൻ്റെ 4K അതിൻ്റെ ഒരു ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് ആസ്വദിക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആളുകൾ വരുന്നു. അതൊക്കെ വീണ്ടും ആഗ്രഹിക്കുന്ന ഒരു ഒന്ന് രണ്ട് ചിത്രങ്ങൾ പറയും. എനിക്കിങ്ങനെ പഴയ ചിത്രങ്ങൾ, ഇപ്പോൾ ഈ വടക്കൻ വീരഗാഥ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ സങ്കല്പത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യം. കാരണം ഞാനും ചെറുതായിരുന്നപ്പോൾ കണ്ടൊരു സിനിമയാണ്. ആ സിനിമയൊക്കെ വീണ്ടും തിയേറ്ററിൽ പോയി ഒന്നുകൂടെ കാണുക, അന്നത്തെ ആ രൂപങ്ങൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറം. അതെ അതെ, അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ട്രോളായി മാറാനും സാധ്യതയുണ്ട്. ഇന്നത്തെ കാലത്തെ സിനിമ ഇറക്കുന്നുണ്ട്, അതിനകത്ത് പല ഡയലോഗുകളും മറ്റേ ഇരുമ്പാടിക്ക് അടി വെച്ചിട്ട് മിമിക്രിക്കാർ പിന്നീട് കൊണ്ടുനടന്ന ഒരുപാട് വർഷം കൊണ്ടുനടന്ന ആ ചന്തു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഡയലോഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ ട്രോളായി മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒപ്പം തന്നെ ഈ പുതിയ തലമുറ ആ പഴയ കാലഘട്ടത്തെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നുണ്ട്. അതിനെ വെറുതെ അങ്ങ് ഒരു കോമാളി ചിത്രമായിട്ട് മാത്രം അവർ എടുക്കുന്നില്ല. അതിൻ്റെ ഒരു സാങ്കേതിക മികവ്, അന്നത്തെ കാലത്ത് ആ ചിത്രങ്ങൾ എങ്ങനെയാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇഴുകി ചേർന്ന് വന്നത്, അതൊക്കെ മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ട് ആ രീതിയിലേക്ക് പുതിയ കാലത്തെ പ്രേക്ഷകർ മാറുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. കാരണം പഴയ കാലത്തെ സിനിമയെ ഗൗരവമായി കണ്ടിരുന്നതിൻ്റെ ഏതാണ്ട് 2-3 ഇരട്ടി ആളുകളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സിനിമയെ ഗൗരവമായി കാണുന്നത്. ഇപ്പോൾ മണിച്ചിത്രത്താഴ് പോലെ ഒരു ചിത്രം, ഈ മണിച്ചിത്രത്താഴ് 7-8 തവണ, ഒരു 10 തവണയിൽ കുറഞ്ഞ് കാണാത്ത ഒരാൾ പോലും മലയാളികളായിട്ടുണ്ടാവില്ല. പക്ഷേ അവർ പോലും വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അടുത്ത രംഗം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്നാൽ പോലും നമ്മൾ ആകാംക്ഷയോടെ അങ്ങനെ ഇരിക്കുകയാണ്. ഡയലോഗുകൾ സുധീഷിനെ കാണുന്നതിന് കിണ്ടി എന്നാണ് പറയുന്നത്, നമുക്കെല്ലാം അറിയാം. നമ്മൾ എനിക്ക് തോന്നുന്നു ഇന്നലെ തിയേറ്ററിൽ നിന്ന് ഒരാൾ പറയുന്നുണ്ട്, സുധീഷ് കിണ്ടി എന്ന് പറയുന്ന സമയത്ത് തിയേറ്റർ ഒന്നടക്കം കിണ്ടി എന്ന് പറയുന്നത് ആ രീതിയിലേക്ക് പോലും കാര്യങ്ങൾ പോയത്. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പടമുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നതിനകത്ത് ഒരു പടം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണപെരുന്നാണ്. ഓർമ്മയുണ്ടോ മോഹൻലാലിന്റെ ശ്രീകൃഷ്ണപെരുന്നാൾ? അന്നത്തെ ആ ഒരു സാധനം, അന്നത്തെ ആ സൗണ്ട് എഫക്ട്സ്, അന്ന് പരിമിതമായ സാങ്കേതിക വിദ്യയിൽ ആ സൗണ്ട് എഫക്ട്സ് ചെയ്തെങ്കിൽ ഇന്ന് അതിനെ സൗണ്ട് എഫക്ട്സ് ഒന്ന് ആലോചിച്ച് നോക്കും. അന്ന് ഈ PV തമ്പി എന്ന് പറയുന്ന ആളാണ് ഈ ശ്രീകൃഷ്ണപെരുന്നാൾ എന്ന് പറയുന്നത് ആ കഥ എഴുതുന്നത്. അപ്പോൾ അദ്ദേഹം അത്തരത്തിലൊരു സിനിമ ക്രിയേറ്റ് ചെയ്യുന്നു. ആ സിനിമയ്ക്കകത്ത് മോഹൻലാൽ അഭിനയിക്കുന്നു. എന്നിട്ട് ഈ ശ്രീകൃഷ്ണപരുന്ത് എന്ന് പറയുന്ന ഒരു പരുന്തിനെ ആവാഹിച്ച് തൻ്റെ കൂടെ കൊണ്ട് നടക്കുന്നു. ഒരു ഘട്ടം കഴിയുമ്പോൾ ആ പരുന്ത് തന്നെ മോഹൻലാലിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭീകരതയൊക്കെ നിഴലിക്കുന്ന ഒരു ചിത്രം, അതൊക്കെ വീണ്ടും ഒരു തിയേറ്റർ ഫീലിൽ കാണുക എന്ന് പറയുന്നത് വല്ലാത്ത ഒരു അനുഭവമായിരിക്കും. അതിനകത്ത് ഈ മോഹൻലാൽ ഇങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന സമയത്തുണ്ടാകുന്ന സൗണ്ട് എഫക്ട്സ്, അതിൻ്റെ സൗണ്ട് എഫക്ട്സ് തന്നെയാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് വരുന്നത്. ഈ പരുന്തിൻ്റെ ഒരു സൗണ്ട് എഫക്ട്സ് ഒക്കെ കാര്യങ്ങൾ വരുന്നതും, പിന്നെ അതിനകത്തെ മന്ത്രം എന്തോ ക്ഷിപ്ര എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തൊരു. പിന്നെ ഈ മോഹൻലാൽ വന്നിച്ച് ഈ യക്ഷി എന്ന് പറയുന്ന ഒരു കഥ
കഥാപാത്രമുണ്ട്, അവർ വന്നിച്ച് കുമാരേട്ടാന്ന് വിളിക്കുന്നത്. ആ കുമാരേട്ടാന്ന് വിളിക്കുന്നതിനകത്ത് തന്നെ വളരെ നല്ല ഒരു ഫീബിളായിട്ട് നല്ല ശബ്ദത്തിലൊക്കെ അത് കേൾക്കുക, അത് ആസ്വദിക്കുക, അതിനനുസരിച്ചുള്ള പാട്ട്, പിന്നെ ആ സിനിമയുമായി ബന്ധപ്പെട്ട പാട്ടുകൾ അറിയാലോ, പഴയ കാലത്തൊക്കെ നല്ല പാട്ടുകളായിരിക്കും. അപ്പോൾ ശ്രീകുമാരൻ തമ്പിയാണെന്ന് തോന്നുന്നു അതിനകത്ത് പാട്ടുകളൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ പാട്ടുകളൊക്കെ മനോഹരമായിട്ട് വീണ്ടും കേൾക്കുക, വീണ്ടും ആസ്വദിക്കുക, അത് പുതിയ തലമുറയ്ക്ക് ഒരു ഭാഗ്യമെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് പറയുന്ന ഘട്ടത്തിൽ നമുക്ക് മമ്മൂട്ടിൻ്റെ ചിത്രങ്ങളൊന്നും റിലീസ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. അതാണ് എനിക്ക് തോന്നുന്നത് ഈ വടക്കം വീരകഥയാണെന്ന് തോന്നുന്നു ആ ലിസ്റ്റിലേക്ക് വരാൻ പോകുന്നത്. അതിൻ്റെ സൗണ്ട് ഓഫ് എഫക്ട്സിലെ മാറ്റം വരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് സുരേഷ് ഗോപിൻ്റെ 2-3 ചിത്രങ്ങളും വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലേലം, FIR, പത്രം. മൂന്നും വേറെ ലെവലിൽ ചിത്രമാണ്. ഈ ചിത്രങ്ങളും വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നത്. ഇതിനകത്ത് എത്രത്തോളം ശരിയുണ്ടെന്നറിയില്ല. ലേലത്തെക്കുറിച്ച് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ലേലം എന്ന് പറയുന്നതും ഒരു കാലഘട്ടം മുഴുവൻ നെഞ്ചേറ്റിയ ഒരു ചിത്രമായിരുന്നു. കാരണം അന്ന് ഈ പറയുന്ന MG സോമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഒരു ഏറെക്കുറെ അസ്തമിച്ച് നിൽക്കുന്ന ഒരു സമയം. ആ സമയത്താണ് ലേലം എന്ന് പറയുന്ന ചിത്രത്തിൽ വരുന്നു. അതിനകത്ത് സോമൻ ഒരു ശക്തനായ കഥാപാത്രമായിട്ട് രംഗത്ത് വരുന്നത്. പിന്നീട് സോമൻ അറിയപ്പെടുന്നത് ബാക്കിയുള്ള ചിത്രങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് ലേലത്തിലെ സോമൻ എന്നുള്ള രീതിയിൽ അങ്ങനെയായി. പിന്നെ ചാക്കോച്ചി എന്ന് പറയുന്ന സുരേഷ് ഗോപി അമാനുഷികമായ ഒരു കഥാപാത്രമായി മാറുകയാണ്. അപ്പോൾ അത്തരത്തിൽ സുരേഷ് ഗോപി ഏറ്റവും രസമായിട്ട് തോന്നിയിട്ടുള്ളത് സുരേഷ് ഗോപി ലോറിയിൽ നിന്ന് ചാടി ഇറങ്ങുന്ന ഒരു സീനുണ്ട്. സൈഡിൽ ആംഗിളിൽ നിന്ന് ഇങ്ങനെ ചാടി ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന ഒരു സാധനമൊക്കെ ഇത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അല്ലേ, ഭയങ്കര രസമായിട്ട് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ MG സോമൻ കൊല്ലപ്പെടുന്ന ആ ക്യാരക്ടർ കൊല്ലപ്പെടുന്ന ആ ലാസ്റ്റ് സീനൊക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതായത് സ്വന്തം അച്ഛൻ കൊല്ലപ്പെട്ടു, ഇന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം, പക്ഷെ അത് ആര് പറഞ്ഞിട്ട് ആര് ചെയ്തു വെച്ചു എന്നൊക്കെ എനിക്ക് തിരിച്ചറിയണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഭാവപ്രകടനവും അതുമൊക്കെ വളരെ നമ്മൾ ഇന്ന് കാണുന്ന സുരേഷ് ഗോപി ആയിരുന്നില്ല അന്ന്. നമ്മളൊക്കെ നെഞ്ചേറ്റിയ ഒരു സുരേഷ് ഗോപി ആയിരുന്നു. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പത്രം എന്ന് പറയുന്നത്. അല്ലേ, പത്രം എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സിനിമയിൽ പത്രവും FIR ആണെന്ന് എനിക്ക് തോന്നുന്നത്. പത്രവും FIR തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സിനിമ. ഇതിനകത്ത് പത്രം ഒരു രക്ഷയില്ല. അന്ന് സത്യം പറയുക ഈ പത്രമൊക്കെ മാധ്യമപ്രവർത്തകനായ ഒരു തരത്തിലൊക്കെ ഇൻസ്പിറേഷൻ തന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പത്രത്തിൻ്റെ അകത്ത് സുരേഷ് ഗോപിനെ പോലത്തെ ഒരു മാധ്യമപ്രവർത്തകനാണ്. അതേപോലെ ഒരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങി കൃത്യമായി പറഞ്ഞ് ഇംഗ്ലീഷ് പറഞ്ഞ് സംസാരിച്ച് പിടിച്ചു നിൽക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്, അല്ലെങ്കിൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന കഴിവുള്ള ഒരു മാധ്യമപ്രവർത്തകനാണെന്നൊക്കെ അന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും പുതിയ കാലഘട്ടത്തിൽ പഴയ ചിത്രങ്ങൾ പുതിയ രൂപഭാവങ്ങളോടെ വരട്ടെ. 4Kയുടെ തീർച്ചയായും പ്രേക്ഷകർക്ക് ഇതിനടിയിൽ പ്രതികരിക്കാം. അവരാഗ്രഹിക്കുന്ന പുതിയ സിനിമ അല്ലെങ്കിൽ റിലീസ് ചെയ്യേണ്ട സിനിമകൾ ഏതൊക്കെയാണെന്ന് പ്രേക്ഷകർക്കും ഇതിനടിയിൽ പ്രതികരിക്കാം. നമുക്ക് മറ്റൊരു ചർച്ചയില്ലാതെ നമുക്ക് എടുക്കാമല്ലോ. തീർച്ചയായിട്ടും.